ശീഘ്രസ്ഖലനവും ഭക്ഷണരീതിയും അറിയേണ്ട ചില വസ്തുതകൾ. ലൈംഗികാരോഗ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പുരുഷന്മാരിൽ കണ്ടുവരുന്ന സാധാരണമായ ഒരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം. മാനസിക സമ്മർദ്ദം, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ ഇതിന് കാരണമാകാറുണ്ടെങ്കിലും നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ലൈംഗിക ശേഷിയെയും നിയന്ത്രണത്തെയും സ്വാധീനിക്കുന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. ഭക്ഷണവും ലൈംഗികാരോഗ്യവും നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം, പേശികളുടെ പ്രവർത്തനം, നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യം എന്നിവയെല്ലാം ലൈംഗിക ബന്ധത്തിന്റെ ദൈർഘ്യത്തെ ബാധിക്കുന്നു. സിങ്ക്, മഗ്നീഷ്യം, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താൻ അത്യാവശ്യമാണ്. ശീഘ്രസ്ഖലനം തടയാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ. സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സിങ്ക് സഹായിക്കുന്നു. കപ്പലണ്ടി, തവിട് കളയാത്ത അരി, മുട്ട, ബീൻസ് എന്നിവയിൽ സിങ്ക് ധാരാളമുണ്ട്. മഗ്നീഷ്യം. പേശികളുടെ പെട്ടെന്നുള്ള സങ്കോചം തടയാൻ മഗ്നീഷ്യം സഹായിക്കുന്നു. ഇത് സ്ഖലനത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ചീര, മത്തങ്ങ വിത്തുകൾ, ബദാം എന്നിവ ഇതിനുത്തമമാണ്. അശ്വഗന്ധ. ആയുർവേദ പ്രകാരം ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് അശ്വഗന്ധ. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വെളുത്തുള്ളി. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഏത്തപ്പഴം. ഇതിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഊർജം വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും. തണ്ണിമത്തൻ. ഇതിലെ സിട്രുലൈൻ എന്ന ഘടകം രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ഉദ്ധാരണശേഷി കൂട്ടുകയും ചെയ്യുന്നു. ഒഴിവാക്കേണ്ട ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ചില ഭക്ഷണശീലങ്ങൾ ഒഴിവാക്കുന്നതും. മദ്യം, പുകയില. ഇവ നാഡീവ്യൂഹത്തെ തളർത്തുകയും സ്ഖലനത്തിന്മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അമിതമായ ഉപ്പും പഞ്ചസാരയും. ഇത് രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും കാരണമാകും. ഇത് ലൈംഗിക ശേഷിയെ ദോഷകരമായി ബാധിക്കും. ജങ്ക് ഫുഡ്. സംസ്കരിച്ച ഭക്ഷണങ്ങൾ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നു. ഇനി വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നോക്കാം. ഭക്ഷണം കൊണ്ട് മാത്രം എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഇതിനോടൊപ്പം താഴെ പറയുന്നവ കൂടി ശീലിക്കേണ്ടതുണ്ട്. വ്യായാമം. പ്രത്യേകിച്ച് കെഗൽ വ്യായാമങ്ങൾ പെൽവിക് പേശികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. മാനസികാരോഗ്യം. അമിതമായ ഉത്കണ്ഠയും ടെൻഷനും ഒഴിവാക്കുക. വിദഗ്ധോപദേശം. പ്രശ്നം ഗുരുതരമാണെങ്കിൽ ഒരു ഡോക്ടറെയോ സെക്സോളജിസ്റ്റിനെയോ കാണാൻ മടിക്കരുത്. ശരിയായ ഭക്ഷണക്രമവും ആരോഗ്യകരമായ ജീവിതശൈലിയും പിന്തുടരുന്നതിലൂടെ ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. പോഷകസമൃദ്ധമായ ആഹാരം ശാരീരിക ഉന്മേഷം നൽകുന്നതിനോടൊപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ.